ശരി, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 93-ാം ഭേദഗതി 2005 വന്ന 93-ാം ഭേദഗതി 93-ാം ഭേദഗതിയിൽ എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്? എന്തായിരുന്നു? സാമൂഹികവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിനുള്ള വ്യവസ്ഥ. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു അല്ലെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിനുള്ള വ്യവസ്ഥയാണ് 93-ാം ഭേദഗതി 2005 നിലവിൽ വന്നത്. 2005 നിലവിൽ വന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രസിഡന്റ്. ആ പറയുന്ന ഭേദഗതിയിൽ ഒപ്പിട്ട പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. ഈ ഭേദഗതി പഠിക്കുമ്പോൾ ആ സമയത്ത് ഒപ്പിട്ട ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും കൂടി ഓർത്തു വെക്കുക. 2005 93-ാം ഭേദഗതി വരുന്നത്. അടുത്ത 94-ാം ഭേദഗതി എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ. കേൾക്കാം സർ. ശരി. 94-ാം ഭേദഗതി 94 ഇനി അടുത്ത 96-ാം ഭേദഗതി പഠിച്ചത്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. 96-ാം ഭേദഗതി 2011 96-ാം ഭേദഗതി. നമുക്കൊരു 3 ഭേദഗതിയും കൂടി ആകുമ്പോൾ തീരും. പിന്നെ നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോവാം. 96-ാം ഭേദഗതി 2011 96-ാം ഭേദഗതി. 96-ാം ഭേദഗതി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാം പട്ടികയില് നമുക്കറിയാം. ഒന്നാം പട്ടികയിൽ പറയുന്നത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അതിർത്തി പുനർനിർണയിച്ചുകൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒന്നാം പട്ടികയില് ഒറീസ എന്ന പേര് മാറ്റി എന്താക്കി? ഒഡീഷ എന്നാക്കി. ഒഡീഷ ഇപ്പൊ അറിയപ്പെടുന്ന ഒഡീഷ എന്നാണ്. ഒറീസ എന്നുള്ള പേരായിരുന്നു പണ്ട്. അതിപ്പോ എന്താണ്? ഒഡീഷ എന്നാണ് ആക്കിയത്. ഒഡീഷ എന്ന പേര് മാറ്റുന്നത് 2011 96-ാം ഭേദഗതി. പ്രധാനമന്ത്രി ആരായിരുന്നു 2011 ഭേദഗതി വരുന്ന സമയത്ത്? 2011 ആര് തന്നെയാണ് പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് തന്നെയാണ്. 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു. 2011 ഒറീസ പേര് മാറ്റി എന്താക്കി? ഒഡീഷ എന്ന പേരാക്കിയത് 2011 96-ാം ഭേദഗതിയിലാണ്. 96-ാം ഭേദഗതിയിലാണ്. 8-ാം പട്ടികയിലെ ഭാഷയായ ഒറിയ. നമുക്കറിയാം 8-ാം പട്ടികയിൽ എന്താണ്? ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 24, നമുക്ക് പട്ടികകൾ പഠിക്കാം. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 14 ഭാഷയായിരുന്നു. പിന്നീട് 22 ഭാഷയാവുന്നു. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളെ കുറിച്ചിട്ടാണ് 8-ാം പട്ടികയിൽ പറയുന്നത്. ഈ 8-ാം പട്ടികയിലെ ഒറിയ എന്ന പദം മാറ്റി ഒഡിയ എന്നാക്കി. ഒറിയ എന്ന ലാംഗ്വേജ് മാറ്റി എന്താക്കി? ഒഡിയ എന്നാക്കി. ഒറീസ എന്ന പേര് സംസ്ഥാനത്തിന് മാറ്റി ഒഡീഷ എന്ന് പറയുന്ന പേരാക്കുന്നതോടൊപ്പം ഒറിയ എന്ന ഭാഷ മാറ്റി എന്താക്കി? ഒഡിയ എന്ന പേരിലേക്ക് പുതിയ ഭാഷ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് 96-ാം ഭേദഗതി 2011. 2011 96-ാം ഭേദഗതി. അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 2011 പ്രസിഡന്റ് ആരായിരുന്നു? പ്രതിഭ പാട്ടീലായിരുന്നു പ്രസിഡന്റ്. 2011 12 വരെ പ്രസിഡന്റ് പ്രതിഭ പാട്ടീലായിരുന്നു. 2011 പ്രസിഡന്റ് പ്രതിഭ പാട്ടീലായിരുന്നു. ശരി. ഭേദഗതിയിൽ, അതായത് 96-ാം ഭേദഗതിയിൽ ഒപ്പുവെക്കുന്ന പ്രസിഡന്റ് പ്രതിഭ പാട്ടീലാണ് 2011. ശരി, ആയിക്കോട്ടെ. അടുത്ത 97-ാം ഭേദഗതി. അതും സെയിം വർഷം തന്നെയാണ്, 2011 തന്നെയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഭാഗം. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ ഏതിനകത്ത് ഉൾപ്പെടുത്തി? 9B ഉൾപ്പെടുത്തി. ഭാഗം 9B എന്തിനെ കൂടെ ഉൾപ്പെടുത്തി? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന കാര്യത്തെ കൂടെ ഉൾപ്പെടുത്തി. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2012 അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വരുന്നത്. അത് 2012. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി, കാരണം ഒരു ആക്ട് പാർലമെന്റിന് പാസ്സാക്കണമെങ്കിൽ അതിനെ ഭരണഘടനയുടെ ഭാഗമാക്കണം. വെറുതെ ചുമ്മാ അങ്ങ് ചെയ്യാൻ പറ്റില്ല. ഭരണഘടനയുടെ ഭാഗമുള്ള ഒരു കാര്യത്തിനൊക്കെ ആയിരിക്കണം എന്തിനാ ഭരണഘടനയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അത് ആദ്യം ചെയ്തു. എന്താണ്? 2011 9B എന്ന് പറയുന്ന ഭാഗത്തിൽ എന്ത് ചെയ്തു? ഇതിനെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 19(1)C, ആർട്ടിക്കിൾ 43B എന്നിവ കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തു. 97-ാം ഭേദഗതി 2011. അതായത് 19(1)C-യും 43B, ആർട്ടിക്കിൾ 43B-യും കൂടി ഭരണഘടനയിൽ ആഡ് ചെയ്തു. ഏത് ഭേദഗതി? 97-ാം ഭേദഗതി 2011. 2011 97-ാം ഭേദഗതി. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ തന്നെയാണ്. ഇത്രയും മനസ്സിലായോ? അടുത്തത് 2012
എത്രാമത്തെ ഭേദഗതി? 98-ാം ഭേദഗതി. 2012 98-ാം ഭേദഗതി. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 371 ജെ 371 ജെ കൂടി എവിടെ ആയിട്ട് ചെയ്തു? ഭരണഘടനയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തു. എന്നിട്ട് ഹൈദരാബാദിനെയും ഹൈദരാബാദ് കർണാടക പ്രദേശത്തിന്റെ വികസനത്തിന് നടപടിയെടുക്കുന്ന ചുമതല കർണാടക ഗവർണർക്ക് നൽകി. ഹൈദരാബാദ് കർണാടക പ്രദേശത്തിന്റെ വികസനത്തിന് നടപടി എടുക്കുന്നതിനുള്ള ചുമതല ആർക്ക് കൊടുത്തു? കർണാടക ഗവർണർക്ക് അത് കൊടുത്തു. അത് ഭയങ്കരമായ, അതായത് 2012 ഈ തെലങ്കാന സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാഗ്വാദങ്ങൾ പാർലമെന്റിൽ നടക്കുകയും അതിന്റെ പേരിൽ അംഗീകാരങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തിരുന്ന സമയമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഹൈദരാബാദ് കർണാടക അതിർത്തികൾ അല്ലെങ്കിൽ ഹൈദരാബാദ് കർണാടക പ്രദേശങ്ങളുടെ വികസനങ്ങൾ എന്താ പറയാ വികസനത്തിന് നടപടി എടുക്കുവാനുള്ള തീരുമാനം അല്ലെങ്കിൽ നടപടി എടുക്കുവാനുള്ള ചുമതല ആർക്ക് കൊടുത്തു? ഗവർണർക്ക് കൊടുത്തു എന്നുള്ളത്. ഹലോ, കേൾക്കാമോ? കേൾക്കാം സർ. ശരി, വൈഫൈ കട്ടായി. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് 2012 കർണാടക ഹൈദരാബാദ് പ്രദേശങ്ങളുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ എടുക്കുവാനായിട്ട് ആർക്ക് കൊടുത്തു? കർണാടക ഗവർണർക്ക് അധികാരം കൊടുത്തു. 2012 98-ാം ഭേദഗതി. പ്രധാനമന്ത്രി ആര് തന്നെയാണ്? മൻമോഹൻ സിംഗ് തന്നെയാണ്. പക്ഷെ പ്രസിഡന്റിന് ചെറിയൊരു മാറ്റം വന്നു. പ്രണബ് മുഖർജി ആയിരുന്നു അപ്പോൾ പ്രസിഡന്റ്. പ്രതിഭ പാട്ടീൽ മാറി പ്രണബ് മുഖർജി ആയ സമയമാണ് 2012 98-ാം ഭേദഗതി വരുന്ന സമയത്ത്. 98-ാം ഭേദഗതി വരുന്ന സമയത്ത് പ്രസിഡന്റ് പ്രണബ് മുഖർജിയാണ്. 99-ാം ഭേദഗതി 2014. എന്താണ് 99-ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ? ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭേദഗതി കൊണ്ടുവന്നതാണ്. ദേശീയ ജുഡീഷ്യറി അല്ലെങ്കിൽ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ, ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനെ കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഭേദഗതിയാണ് 2014 99-ാം ഭേദഗതി. ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിലവിൽ വന്നത് 2014 ഡിസംബർ 31. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെച്ചോണ്ടേ. ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ, ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിലവിൽ വരുന്നത് 2014 ഡിസംബർ 31. 2014 ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി 99-ാം ഭേദഗതി കൊണ്ടുവരുന്നത്. 2014 പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. 2014 ഭരണം മാറി, മൻമോഹൻ സിംഗ് മാറി, നരേന്ദ്രമോദി വന്നു. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. പ്രസിഡന്റ് സെയിം തന്നെ, പ്രണബ് മുഖർജി തന്നെയായിരുന്നു. 2014 പ്രസിഡന്റ് പ്രണബ് മുഖർജി തന്നെയായിരുന്നു. പ്രധാനമന്ത്രി മാറി, ആരായി? നരേന്ദ്രമോദിയായി. 99-ാം ഭേദഗതി, അതായത് ജുഡീഷ്യൽ നിയമന കമ്മീഷൻ. ഇന്ത്യയിലെ ഉയർന്ന കോടതികളിലെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന കൊളീജിയം സംവിധാനത്തിന് പകരം നിലവിൽ വന്ന സംവിധാനമാണ്. അതുവരെ ഒരു കൊളീജിയം സംവിധാനമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അത് മാറ്റി ജുഡീഷ്യൽ നിയമന കമ്മീഷനെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതില് നാഷണൽ ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. 2015 ഒക്ടോബർ 16 സുപ്രീം കോടതി ഇതിനെ എന്ത് ചെയ്തു? ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ, അതായത് ഇന്ത്യയിലെ ഉയർന്ന കോടതികളിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന കൊളീജിയം കമ്മിറ്റി തന്നെ നിലനിർത്തിയാൽ മതി. ഈ ഒരു രീതി ശരിയാവില്ല, അല്ലെങ്കിൽ എന്തല്ല, നിയമപരമായിട്ട് ശരിയാവില്ല എന്നുള്ള രീതി, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഇത് വിധിക്കുകയും ചെയ്തു 2015. അപ്പോൾ 99-ാം ഭേദഗതി ജുഡീഷ്യൽ നിയമന കമ്മീഷനെ കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഭേദഗതിയാണ്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു, പ്രസിഡന്റ് പ്രണബ് മുഖർജി ആയിരുന്നു. പക്ഷേ ഇത് പിന്നീട് 2015 സുപ്രീം കോടതി എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. കാരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു. എന്നാൽ 99-ാം ഭേദഗതി റദ്ദാക്കിയ
ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാരാണ്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മദൻ ലോക്കൂർ ഒക്കെ ആ സമയത്ത് ഭയങ്കര ചർച്ചാ വിഷയമായ ആൾക്കാരാണ്. മദൻ ലോക്കൂർ ഉൾപ്പെടെയുള്ള ആൾക്കാരായിരുന്നു അന്നത്തെ ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടായിരുന്ന. ഭരണഘടനാ വിരുദ്ധമാണ് ഇതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ വിധി, അങ്ങനെ ഒരു വിധി കൊണ്ടുവന്നു. ഈ 99 ഭേദഗതി പ്രകാരം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുകയും ചെയ്തു 2015. അപ്പൊ 2014 കൊണ്ടുവന്നാണ് 99 ഭേദഗതി. മനസ്സിലായോ? ഇനി 2 ഭേദഗതിയും കൂടി ഉള്ളൂ, അതോടുകൂടി ഭേദഗതി തീരും. പിന്നെ നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോവാം. ഓക്കെ ആണോ? അരുൺ, വിജയൻ ഓക്കെ ആണോ? അരുണേ, സ്റ്റെഫി ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, 100ാം ഭേദഗതി 2015. പ്രധാനമന്ത്രി സെയിം നരേന്ദ്രമോദി തന്നെയാണ്, പ്രസിഡന്റും അദ്ദേഹം തന്നെ, പ്രണബ് മുഖർജി തന്നെയായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് കരാർ പ്രാബല്യത്തിൽ വന്നു. ഇത് പ്രകാരം ഇന്ത്യയിൽ ഉൾപ്പെട്ട 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് കൈമാറുകയും ബംഗ്ലാദേശിലെ 51 പ്രദേശങ്ങൾ എവിടേക്ക് വരികയും ചെയ്തു, ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 111 പ്രദേശങ്ങൾ എവിടേക്ക് പോയി, ബംഗ്ലാദേശിന് കൈമാറിയിട്ട് പകരം 51 പ്രദേശങ്ങളെ ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ട് ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് 100ാം ഭേദഗതി 2015. 2015 100ാം ഭേദഗതിയിലൂടെയാണ് വന്നത്. 100ാം, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബംഗ്ലാദേശ് ഇന്ത്യ കരാർ പ്രാബല്യത്തിൽ വന്നത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ 100ാം ഭേദഗതി 2015. ഈ ഭേദഗതിയിലൂടെ ചെയ്ത കാര്യം 111 പ്രദേശങ്ങൾ, ഇന്ത്യയുടെ ഭാഗമുണ്ടായിരുന്ന 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് കൈമാറുകയും പകരം 51 പ്രദേശങ്ങൾ ഇന്ത്യക്ക് ബംഗ്ലാദേശ് കൈമാറുകയും ചെയ്ത ഒരു കരാറാണ് 100ാം ഭേദഗതി 2015. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, പ്രസിഡന്റ് ആര് തന്നെയാണ്, പ്രണബ് മുഖർജി തന്നെയായിരുന്നു 2015. ഇത് 2015 ഡേറ്റും കൂടെ ഓർമ്മിച്ചു വെക്കുക. മെയ് 28 തീയതിയാണ് ഇതിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത്. ഈ ഭേദഗതിക്ക് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2015 മെയ് 28 തീയതി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്. അതായത് കൃത്യമായിട്ട് അതിർത്തി നിർണ്ണയിച്ച് പ്രദേശങ്ങളെ തിരിക്കുക. ഒരു 2 ഘട്ട പരുവത്തിൽ എന്ന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിന്റെ ഭാഗമല്ല, ഇന്ത്യയുടെ ഭാഗമല്ലാത്ത രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയായിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ മേഖലകൾ എങ്ങോട്ട് പോയി, ബംഗ്ലാദേശിലേക്ക് പോവുകയും ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗങ്ങൾ എങ്ങോട്ട് വരികയും ചെയ്തു, ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തു. അന്ന് വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു വിഷയമാണത്. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ സമയത്തൊക്കെ ഒരുപാട് വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന വിഷയവും കൂടിയാണ് ഇത്. 2015 ഈ പറയുന്ന ഭേദഗതി അനുസരിച്ചിട്ട് ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള കരാർ. ഓക്കെ അല്ലേ? അടുത്തത് 2016 അടുത്ത ഭേദഗതി 101. 2016 പ്രസിഡന്റും പ്രധാനമന്ത്രി അവർ തന്നെ എന്ത് കൊണ്ടുവന്നു? 2016 ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം, നികുതിയായിട്ട് ബന്ധപ്പെട്ട മാറ്റം കൊണ്ടുവന്നതാണ്. 2016 എന്തായിരുന്നു? GST. ഏത് ഭേദഗതിയിലൂടെയാണ്? 101ാം ഭേദഗതിയിലൂടെ. GST കൊണ്ടുവരുന്നത് 101ാം ഭേദഗതിയാണ് 2016. നിലവിൽ വരുന്നത് GST പക്ഷെ നിലവിൽ വരുന്നത് 2016 GST ആയിട്ട് ബന്ധപ്പെട്ട ഭേദഗതി കൊണ്ടുവരുന്നത്. GST കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി 101ാം ഭേദഗതി 2016. എന്നാൽ GST നിലവിൽ വരുന്നത് എന്നായിരുന്നു? 2017 ജൂലൈ 1 തീയതി. 2017 ജൂലൈ 1 മുതലാണ് എന്ത് നിലവിൽ വരുന്നത്? GST നിലവിൽ വരുന്നത് 2017 ജൂലൈ 1 തീയതി. 101ാം ഭേദഗതിക്ക് 122ാം ഭേദഗതി പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2016 സെപ്റ്റംബർ 8. 2016 സെപ്റ്റംബർ 8 തീയതി 101ാം ഭേദഗതിക്ക് ആര് അംഗീകാരം നൽകി? പ്രസിഡന്റ് അംഗീകാരം നൽകി. എന്നാൽ GST നിലവിൽ വരുന്നത് 2017 ജൂലൈ 1 തീയതി. ഇത് രണ്ടും ഓർത്തു വയ്ക്കണേ. 101ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ GST ആയിട്ട് ബന്ധപ്പെട്ടതാണ്. GST ആയിട്ട് ബന്ധപ്പെട്ട ഭേദഗതിയിൽ പ്രസിഡന്റ് ഒപ്പിട്ടത് അല്ലെങ്കിൽ പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2016 സെപ്റ്റംബർ 8 തീയതി. എന്നാൽ GST നിലവിൽ വരുന്നത് 2017 ജൂലൈ 1 തീയതി. 2017 ജൂലൈ 1 തീയതി. ഓക്കെ അല്ലേ? മനസ്സിലായോ 101ാം ഭേദഗതി എന്താണ് എന്നുള്ളത്? അടുത്തതിലോട്ട് പോകാമോ? 102ാം ഭേദഗതി. നമുക്ക് ഇനി ഒരു 2, 3, 4 ഇത്രയും തന്നെ 102, 103, 104 ഭേദഗതിയോടുകൂടി അവസാനിക്കും. നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് നമുക്ക് തീരും. 2018 102ാം ഭേദഗതി. 2018 102ാം ഭേദഗതി എന്താണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 338. ഈ ആർട്ടിക്കിൾ എന്താണ് എന്നുള്ളത് ആർട്ടിക്കിൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരാം. കാരണം അതും കൂടെ പറഞ്ഞാൽ കുളമായി പോകും. ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 338
342A കൂടി ഭരണഘടനയുടെ ഭാഗമാക്കി. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 338 342A കൂടി കൂട്ടിച്ചേർത്തു. അതായത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ത് കൊടുത്തു? ഭരണഘടനാ പദവി നൽകി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. അന്ന് വരെ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ലായിരുന്നു. അന്നൊരു ഭരണഘടന പദവി നൽകിയത് 2018 102 ഭേദഗതിയിലാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ ഭാഗം അല്ലെങ്കിൽ ഭരണഘടന പദവി നൽകിയത് 102 ഭേദഗതി 2018 102 ഭേദഗതി നിലവിൽ വന്നത് 2018 ഓഗസ്റ്റ് 11 2018 ഓഗസ്റ്റ് 11 തീയതിയാണ് 102 ഭേദഗതി വരുന്നത്. എന്താണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടന പദവി നൽകി. ഓക്കെ ആണോ? ശരി. അടുത്ത 103 ഭേദഗതിയാണ്. 2019 ഒരു മിനിറ്റ്. നേരത്തെ ഭേദഗതി പ്രധാനമന്ത്രി ആര് തന്നെയാണ്? 2018 നരേന്ദ്രമോദി തന്നെയാണ്. പ്രസിഡന്റ് മാറി. ആരാ? രാംനാഥ് കോവിന്ദായി. 2017 മുതൽ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. 2018 ഭേദഗതി വന്നപ്പോൾ ആരായി? രാംനാഥ് കോവിന്ദായിരുന്നു. അപ്പൊ 103 ഭേദഗതി 2019 ഇവര് രണ്ടുപേരും തന്നെയാണ്. ആര്? രാംനാഥ് കോവിന്ദ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി. നമുക്കറിയാം കഴിഞ്ഞ ഇപ്പോഴത്തെ ലോക്സഭ ഇലക്ഷൻ വരെ ആര് തന്നെയായിരുന്നു? നരേന്ദ്രമോദി തന്നെയായിരുന്നു. 103 ഭേദഗതി നിലവിൽ വരുന്നത് 2019 ജനുവരി 14 തീയതി. 2019 ജനുവരി 14 തീയതി 103 ഭേദഗതി. മുന്നോക്ക സമുദായങ്ങളിൽ നമുക്കത് ഭയങ്കരമായ ചർച്ചകളും അല്ലെങ്കിൽ ഒരുപാട് തലങ്ങളിൽ ചർച്ചകൾ നടന്ന ഒരു വിഷയമാണ്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കുക എന്ന് പറയുന്ന സെറ്റപ്പ്. അന്ന് വരെ അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. അതായത് മുന്നോക്ക സമുദായ അംഗങ്ങൾക്ക് അന്ന് വരെ ഒരു സംവരണവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഈ ഒരു ചർച്ച വന്നത് എന്തിനായിരുന്നു? മുന്നോക്ക വിഭാഗത്തിൽ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന. അതിനുശേഷമാണ് EWS എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വാങ്ങുന്നത്, അല്ലേ? അതായത് വളരെയധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന രാജ്യത്ത് മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എത്ര ശതമാനം? 10% സംവരണം. 10% സംവരണം. അതിനനുസരിച്ചിട്ടാണ് പിന്നീട് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പലതരത്തിലുള്ള എക്സാമുകൾക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള ജോലികൾക്കുമെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം കൊടുക്കുന്ന ഒരു രീതി കൊണ്ടുവന്നത് 103 ഭേദഗതി 2019 ഒപ്പിട്ട പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. അനുച്ഛേദം 15ഉം 16ഉം ഭേദഗതി ചെയ്തത് 103 ഭേദഗതിയിലൂടെയാണ്. അനുച്ഛേദം ആർട്ടിക്കിൾ 15ഉം 16ഉം ഭേദഗതി ചെയ്തത് ഏതിലൂടെയാണ്? 103 ഭേദഗതിയിലൂടെയാണ്. 103 ഭേദഗതി 2019. മനസ്സിലായോ? 2019 ജനുവരി 14 തീയതി നിലവിൽ വന്നു. എന്നാൽ ഇത് ലോക്സഭ പാസ്സാക്കിയത് ജനുവരി 8 തീയതി. 2019 ജനുവരി 8 തീയതി ലോക്സഭ ഇത് പാസ്സാക്കുകയാണ്. എന്താണ്? മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം എന്ന് പറയുന്ന സിസ്റ്റം ലോക്സഭ പാസ്സാക്കിയത് 2019 ജനുവരി 8 തീയതി. എന്നാൽ ഇത് നിലവിൽ വരുന്നത് ജനുവരി 14 തീയതി. രാജ്യസഭ പാസ്സാക്കിയത് തൊട്ടടുത്ത ദിവസം തന്നെ ജനുവരി 9 തീയതി. തൊട്ടടുത്ത ദിവസം ജനുവരി 9 തീയതി. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിക്കും. ഏതാണ്? ഗുജറാത്ത്. പ്രധാനമന്ത്രിയുടെ സംസ്ഥാനം തന്നെയാണ്. ഗുജറാത്താണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംവരണത്തെ പറ്റി പഠിക്കാൻ കേരള സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചു. അതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് GK ശശിധരൻ നായർ ചെയർമാനും
കെ രാജഗോപാലൻ നായർ അതിന്റെ അംഗവുമായിട്ടൊരു സമിതിയൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിയമിച്ചിരുന്നത്. അതായത് ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ഭേദഗതി വന്നതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വന്നു. ശരി, അപ്പൊ 103 ഭേദഗതി മനസ്സിലായല്ലോ. എന്താണ്? മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം കൊടുക്കുക എന്ന് പറയുന്ന ആശയത്തിലേക്ക് കൊണ്ടുവന്ന ഭേദഗതിയാണ് 103 ഭേദഗതി. ഇത് 2019 പാസ്സാക്കിയത്. അതനുസരിച്ചിട്ട് സംവരണം കൊടുത്ത ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. അടുത്തത് 104 ഭേദഗതി. ഏത് വർഷം? 2020 ലോകത്തുള്ള ആൾക്കാർ ആരും മറക്കാത്ത ഒരു വർഷം 2020. 104 ഭേദഗതി എന്തായിരുന്നു അറിയാലല്ലേ? വീട്ടിനകത്ത് അടച്ചിരുന്ന വർഷം 2020. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി. നമുക്ക് അതുവരെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഉണ്ടായിരുന്നു ലോക്സഭകളിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും. സംസ്ഥാന നിയമസഭകളിൽ 140+1 141 മെമ്പർമാരാണ് സംസ്ഥാന നിയമസഭയിലുള്ളത്. 140 പേരെ നമ്മൾ തെരഞ്ഞെടുത്ത് വിടും നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന്. മൊത്തം 140 പേര്. ഒരാള് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അത് ഈ 104 ഭേദഗതിയോടുകൂടി 2020 വന്ന 104 ഭേദഗതിയോടുകൂടി അവസാനിപ്പിച്ച ഭേദഗതി ബില്ലാണ് 104 ഭേദഗതി. ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം അവസാനിപ്പിച്ചു. എവിടെയൊക്കെ? ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടാത്ത ഒരു അംഗം അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഒരു അംഗമായിട്ട്. അതെവിടെയാണ്? സംസ്ഥാന നിയമസഭകളിൽ. അപ്പൊ ഇതെങ്ങനെ തെരഞ്ഞെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന അല്ലെങ്കിൽ ആരാണോ ഭരിക്കുന്ന പാർട്ടി അവർക്ക് താല്പര്യമുള്ള ഒരാളെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരിക്കും അവിടെ പിടിച്ചിരുന്നത്. അതിന് പ്രത്യേകിച്ചൊരു ഇലക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാവുമായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന് പറയുന്ന ഒരു കാര്യം അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 104 ഭേദഗതി 2020. 2020 ജനുവരി 25 എന്ത് ചെയ്തത്? ഇത് നിലവിൽ വന്നത്. ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം അവസാനിപ്പിച്ചത് 2020 ജനുവരി 25. ഇറങ്ങി ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഇരുന്ന മെമ്പർമാരടുത്ത് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. 2020 ജനുവരി 25 എന്താണ്? ലോക്സഭയിലെയും നിയമസഭയിലെയും ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം അവസാനിപ്പിച്ച ഭേദഗതി. ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം അവസാനിപ്പിച്ച ഭേദഗതി 104 ഭേദഗതിയാണ് 2020. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. 2030 ജനുവരി വരെ 10 വർഷം. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള സംവരണം എന്ത് ചെയ്തു? 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. സീറ്റ് കൊടുക്കുന്നത് അവരുടെ സംവരണം അനുസരിച്ച് സീറ്റ് കൊടുക്കുന്ന ഒരു രീതി ഒരു 10 വർഷം കൂടി നീട്ടിക്കൊടുത്തു. 2030 വരെ നീട്ടിക്കൊടുത്തു. 104 ഭേദഗതി പ്രകാരം അനുച്ഛേദം ഭേദഗതി വരുത്തിയ അനുച്ഛേദ ഭേദഗതി ചോദിച്ചാൽ 334 ആർട്ടിക്കിൾ 334 ഭേദഗതി വരുത്തി. ആർട്ടിക്കിൾ 334 ഭേദഗതി വരുത്തി. 334 എന്ത് ചെയ്തു? ഭേദഗതി വരുത്തി. ഓക്കെ ആണല്ലോ. ഇപ്പൊ 104 ഭേദഗതിയും പഠിച്ചല്ലോ. 2020 വന്ന 104 ഭേദഗതി 104 ഭേദഗതി മനസ്സിലായല്ലോ. ഭരണഘടനയിൽ എന്ത് ചെയ്തതാണ്? ഈ പറഞ്ഞതുപോലെ ലോക്സഭയിലും നിയമസഭകളിലുമുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം അവസാനിപ്പിച്ച ഒരു ഭേദഗതിയാണ് 104 ഭേദഗതി. എല്ലാവർക്കും മനസ്സിലായോടെ? യെസ് സർ. മറക്കുവോ ഉള്ളതേ? ശരി, ഇനി നമ്മള് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പട്ടികകളെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. പറഞ്ഞില്ലല്ലോ? പറഞ്ഞോ? ഇല്ല. എത്ര ഷെഡ്യൂളുകളുണ്ട് ഇപ്പൊ നിലവില്? 12. ആദ്യം എത്ര എണ്ണം ഉണ്ടായിരുന്നുള്ളൂ? 11. 8 എണ്ണം. 8 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പല ഭേദഗതിയിലൂടെയാണ് ഷെഡ്യൂളുകൾ എത്രയാക്കിയത്? 12 ഭേദഗതി. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 8 ഷെഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് ഒന്നാമത്തെ ഭേദഗതി തന്നെ 9ാം ഷെഡ്യൂൾ ആഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. 9ാം ഷെഡ്യൂളായിട്ട് ഭൂപരിഷ്കരണ നിയമം ആഡ് ചെയ്തതാണ്. ഒന്നാമത്തെ ഭേദഗതി തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് 8 ഷെഡ്യൂളുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് 12 ആണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ഷെഡ്യൂള്, അതായത്
പട്ടികകൾ എന്ന് പറയും. ഒന്നാമത്തെ പട്ടികയിൽ പറയുന്ന കാര്യം ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാം പട്ടികയിൽ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നാം പട്ടികയിൽ. ഒന്നാം പട്ടികയിൽ എന്താണ്? സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശം. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഭേദഗതിയിൽ എന്ത് ചെയ്തു? ഒറീസ എന്ന് പറയുന്നത് എന്താക്കി? ഒഡീഷയാക്കി മാറ്റിയപ്പോഴത്തേക്ക് ഒന്നാം പട്ടികയിൽ ഭേദഗതി വരുത്തി എന്ന് പറഞ്ഞു. ഒന്നാം പട്ടികയിൽ പറയുന്ന കാര്യം എന്തുവാ? സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എവിടെ പരാമർശിക്കുന്നത്? ഒന്നാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ചിട്ടാണ് ഒന്നാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളൊന്നുമില്ല, ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു ആശയം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാണ് എന്ത് ചെയ്തത്? ഈ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നൊരു ആവശ്യം ഉണ്ടാവുകയും സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന്റെ ആവശ്യകത കൂടുതൽ ശക്തമാവുകയൊക്കെ ചെയ്തതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തത്? ഇന്ത്യയിൽ സംസ്ഥാനം രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ഏതായിരുന്നു? ആദ്യമായിട്ട് ഏതായിരുന്നത് സംസ്ഥാനം രൂപീകരിച്ചത്? ആന്ധ്രാപ്രദേശ്. 1953-ലായിരുന്നു. 1953-ലാണ് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നത്. അതിനുശേഷമാണ് ജവഹർലാൽ നെഹ്റു സർക്കാർ എന്ത് ചെയ്തത്? ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്, ഫസൽ അലി കമ്മിറ്റി. ഫസൽ അലി കമ്മിറ്റി ഇവിടെ വന്നിട്ട് പഠിക്കുന്നു. നമ്മുടെ പ്രധാനമായിട്ടും ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു, നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ. കാരണം ഭാഷ ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള ഭാഷകളുള്ള ഒരു ഭാഗം നമ്മുടെ ദക്ഷിണേന്ത്യയായിരുന്നു. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചു. കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് പിന്നീട് എന്ത് ചെയ്തത്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ 1956 നവംബർ 1 രൂപീകരിച്ചത്. അങ്ങനെ 9 സംസ്ഥാനങ്ങള് 14 സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ 1956 ജനുവരി 1. അപ്പൊ ഈ സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏതിലാണ് വരുന്നത്? ഒന്നാം പട്ടിക, ഒന്നാം ഷെഡ്യൂളിലാണ് വരുന്നത്. മറക്കൂലല്ലോ ഒന്നാം ഷെഡ്യൂള്? മറക്കൂള്ളരെ? രണ്ടാമത്തെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? രാഷ്ട്രപതി, ഗവർണർ, പിന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും അധ്യക്ഷന്മാര്, ഉപാധ്യക്ഷന്മാര്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാര്, സിയാൻജി നമ്മൾ കൺട്രോളർ ആൻഡ് ഓഡിറ്ററി ജനറൽ എന്ന് പറയും. കൺട്രോളർ ആൻഡ് ഓഡിറ്ററി ജനറൽ എന്നിവരുടെ ശമ്പളം, അലവൻസ്, അവരുടെ സേവന വേതന വ്യവസ്ഥകളെ കുറിച്ച് പറയുന്ന കാര്യമാണ് രണ്ടാം പട്ടികയിൽ. ആരെക്കുറിച്ച്? രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാര്, ലോക്സഭയിലെയും രാജ്യസഭയിലെയും അധ്യക്ഷന്മാര്, ഉപാധ്യക്ഷന്മാര്, സംസ്ഥാന നിയമസഭകളിലെ അധ്യക്ഷന്മാര്, ഉപാധ്യക്ഷന്മാര്, സിയാൻജി, അതുപോലെ തന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാര്, ഇവരുടെ വേതന സേവന വ്യവസ്ഥയെ കുറിച്ച് പറയുന്നതാണ് രണ്ടാം പട്ടികയിൽ. പിടികിട്ടിയോ? സാർ ഒന്നുകൂടെ പറയൂ ആരൊക്കെയാണെന്ന്. പ്രസിഡന്റ്, ലോക്സഭയിലെയും രാജ്യസഭയിലെയും നിയമനിർമ്മാണ സഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും അധ്യക്ഷന്മാര്, ഉപാധ്യക്ഷന്മാര്, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാര്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തുടങ്ങിയവരുടെ ശമ്പളം, അവരുടെ സേവനം, വേതനം, അലവൻസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന ഗവർണർമാരുടെയും പ്രസിഡന്റുമാരുടെയും രാജ്യസഭാ അധ്യക്ഷൻ, ലോക്സഭാ അധ്യക്ഷൻ. രാജ്യസഭാ അധ്യക്ഷൻ നമുക്കറിയാം ഉപരാഷ്ട്രപതി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു നോട്ട് അവിടെ പറയാത്തത്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ അദ്ദേഹം, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ അധ്യക്ഷന്മാർ, സ്പീക്കർ, ലോക്സഭയിലെ അധ്യക്ഷനായ സ്പീക്കർ, അവിടുത്തെ ഉപാധ്യക്ഷൻ, നിയമസഭകളിലെ ഉപാധ്യക്ഷൻ, രാജ്യസഭയിലെ ഉപാധ്യക്ഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാര്, ഇവരുടെ എല്ലാം വേതന സേവന വ്യവസ്ഥകളും അലവൻസുകളും ശമ്പളം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് രണ്ടാം പട്ടികയിൽ പറയുന്നത്. മൂന്നാം പട്ടികയിൽ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവുമാണ് മൂന്നാമത്തെ പട്ടികയിൽ പറയുന്നത്. സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവുമാണ് മൂന്നാം പട്ടികയിൽ പറയുന്നത്. നാലാമത്തെ പട്ടികയിൽ പറയുന്നത് രാജ്യസഭാ സീറ്റുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാലാം പട്ടിക. നമുക്കറിയാം രാജ്യസഭകളുടെയും
ലോക്സഭകളുടെയും സീറ്റ് വിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതാത് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യക്ക് അനുസരിച്ചിട്ടാണ് രാജ്യസഭകളുടെയും ലോക്സഭകളുടെയും സീറ്റ് വിഭജിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രാജ്യസഭയിലെ സീറ്റുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് 4ാം പട്ടികയിൽ കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ലോക്സഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ലോക്സഭ 5 വർഷം, രാജ്യസഭ 6 വർഷം. ലോക്സഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിന് പ്രത്യേകത ഉള്ളത്, ലോക്സഭാ അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ്. എത്ര അംഗങ്ങളെയാണോ തെരഞ്ഞെടുത്ത് നമ്മൾ വിടുന്നത് അവരുടെ എല്ലാം കാലാവധി ഒരുമിച്ചാണ്. ഇപ്പൊ നമ്മൾ 2024 തെരഞ്ഞെടുത്ത് വിടുന്നവരുടെ കാലാവധി തീരുന്നത് 2019 മെയ്യിലാണ്. അതുവരെ അവർക്കുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നാൽ രാജ്യസഭയിൽ അതല്ല. കുറച്ചു പേർക്ക് ഒരു സമയം, കുറച്ചു പേർക്ക് വേറൊരു സമയം, അങ്ങനെയാണ്. ഒരിക്കലും ഒരേപോലല്ല അതിലിരിക്കുന്ന അംഗങ്ങളുടെ എല്ലാവരുടെയും കാലാവധി. ഓരോരുത്തർക്കും എത്ര വർഷമാണ്, ഏത് സമയത്താണ് അവരുടെ കാലാവധി വരുന്നത് ആ സമയത്ത് ഇറങ്ങും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നവരവിടെ ഉണ്ടാവും, അവർക്ക് ശേഷം വന്നവർ അവിടെ നിൽക്കും. അവരുടെ കാലാവധി കഴിയുമ്പോൾ അവർക്ക് ഇറങ്ങിയാൽ മതി. അല്ലാതെ ഇത് രാജ്യസഭയ്ക്ക് മൊത്തമായിട്ട് ഒരു പ്രത്യേക കാലാവധി അല്ല പറഞ്ഞിരിക്കുന്നത്. ഓരോ അംഗങ്ങൾക്കും 6 വർഷം കാലാവധി പറഞ്ഞിട്ടുണ്ട്. ഈ 6 വർഷം എന്ന് പറയുന്നത് ഇവരെ ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും. മനസ്സിലാവും. അതനുസരിച്ചിട്ടാണ് ഒരു വ്യത്യാസം വരുന്നത്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാജ്യസഭാ സീറ്റ് വിഭജനം 4ാം പട്ടിക. 5ാം പട്ടിക എന്തുവാ? പിന്നോക്ക വിഭാഗക്കാരുടെയും പിന്നോക്ക വർഗക്കാരുടെയും ഭരണവും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 5ാം പട്ടിക. പിന്നോക്ക വിഭാഗക്കാരുടെയും പിന്നോക്ക വർഗക്കാരുടെയും ഭരണവും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 5ാം പട്ടിക. 6ാം പട്ടിക ഇതുമായിട്ട് ഏകദേശം ബന്ധമുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. 6ാം പട്ടിക എന്ന് പറഞ്ഞാൽ ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ പറയാം, മേഘാലയ, ആസാം, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 6ാം പട്ടിക. 5ാം പട്ടിക എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഒന്നാടെയുള്ള പിന്നോക്ക പ്രദേശങ്ങളുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും ഭരണവും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 5ാം പട്ടിക. 6ാം പട്ടിക ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത്? 6ാം പട്ടിക. ഓക്കെ ആണോ? സെറ്റാണോ? ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കൂ. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു പോകണം. നമ്മൾ അവിടെ ഓപ്ഷൻ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള സാധനം ഒന്നും പഠിച്ചാൽ രക്ഷയില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിച്ച് നോക്കിപ്പോണം. എഴുതുമ്പോൾ അങ്ങനെ തന്നെ പോകണം. അടുത്ത 7ാം പട്ടിക പറഞ്ഞേ. എന്തായിരിക്കും 7ാം പട്ടിക? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 7ാം പട്ടിക. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് 7ാം പട്ടിക. 8ാം പട്ടിക ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകൾ, 22 ഭാഷകളുമായി ബന്ധപ്പെട്ടതാണ് 8ാം പട്ടിക. 8ാം പട്ടിക എന്ന് പറഞ്ഞാൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളുമായി ബന്ധപ്പെട്ടത്. 9ാം പട്ടിക 1ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു സാധനമാണ് ഭൂപരിഷ്കരണ നിയമം. ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 9ാം പട്ടികയിൽ. ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നത് 9ാം പട്ടികയിൽ. 9ാം പട്ടിക കൊണ്ടുവരുന്ന നമ്മൾ 1ാം ഭേദഗതിയിൽ അവിടെ ഒരു കാര്യം കൊണ്ടുവന്നു. ജന്മത്വ സമ്പ്രദായം എടുത്ത് കളഞ്ഞത് ആ ഭേദഗതിയിലൂടെയാണെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോ 9ാം പട്ടികയിലാണ് ഭൂപരിഷ്കരണ നിയമം ആഡ് ചെയ്തിരിക്കുന്നത്. 10ാം പട്ടികയിൽ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടാണ് 10ാം പട്ടിക പറഞ്ഞിരിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് 10ാം പട്ടിക പറഞ്ഞിരിക്കുന്നത്. പത്താം പട്ടിക പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട്, അതായത് ഒരു സഖ്യകക്ഷിയായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആരോടും പറയാതെ ആരോടും ആലോചിക്കാതെ പെട്ടെന്ന് അപ്പുറത്ത് കൂറ് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. അയാളുടെ MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെപ്പിക്കാം എന്നൊരു നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇത് പറയുമ്പോൾ അതും കൂടെ ഓർത്തു വെക്കുക. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നമ്മുടെ സംസ്ഥാന നിയമസഭാ അംഗത്തിന് അങ്ങനെ ഒരു അംഗത്വം നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. MLA സ്ഥാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അത് ആരാണെന്ന് ചോദിക്കും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആദ്യത്തെ MLA ആരാണെന്ന് ചോദിക്കും. അത് ആരായിരുന്നു?
നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ളയായിരുന്നു ആദ്യമായി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുന്ന MLA. ശിക്ഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ MLA ആണ് ആര്? ആർ ബാലകൃഷ്ണപിള്ള, നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാറിന്റെ അച്ഛൻ. ശരി, അപ്പോ 9ാം പട്ടിക പറഞ്ഞു, 10ാം പട്ടിക പറഞ്ഞു. 11ാം പട്ടികയിൽ പറയുന്നത് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 11ാം പട്ടിക പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 11ാം പട്ടിക. 12ാം പട്ടിക മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നഗരപാലികാ നിയമം. നഗരപാലികാ നിയമം അങ്ങനെ ഓർത്താൽ മതി. നഗരപാലികാ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 12ാം പട്ടിക. നഗരപാലികാ നിയമവുമായി ബന്ധപ്പെട്ടതാണ് 12ാം പട്ടിക. ഓക്കെ ആണോ? 11ാം പട്ടിക പഞ്ചായത്ത് രാജ്, 12ാം പട്ടിക നഗരപാലികാ നിയമം. നഗരപാലികാ നിയമവുമായി ബന്ധപ്പെട്ടതാണ് 12ാം പട്ടിക. മറക്കുവോ? ആർക്കും കൈയില്ല എന്ന് തോന്നുന്നു. തമ്പൊന്നും കണ്ടില്ല ആരുടെ. മറക്കുവോ എന്നുള്ളതിനാണ് തമ്പ്, മനസ്സിലായി എന്നുള്ളതിനാണ് തമ്പ്. പണി എത്രയാടെ? പണി 8:45 ആവുന്നല്ലേ ഉള്ളൂ. പലർക്കും ഉറക്കം വരുന്നതാണ് ഇപ്പോഴേ. മനസ്സിലായോ? ഓക്കെ ആണോ? മറക്കുവോ ഇനി? അപ്പൊ എന്റെ ചോദ്യം, രാജ്യസഭാ സീറ്റ് വിഭജനം ഏത് പട്ടികയിലാ? 4ാം പട്ടികയിൽ. 6 എന്തോന്നു? ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ ഗോത്രവർഗക്കാരുടെ ഭരണവുമായി ബന്ധപ്പെട്ടു. ഗോത്രവർഗക്കാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട്. ശരി, 12ാമത്തെ പട്ടിക. നഗരപാലിക നിയമം. 12ാം പട്ടിക നഗരപാലികാ നിയമവുമായി ബന്ധപ്പെട്ട്. നഗരപാലികാ നിയമവുമായി ബന്ധപ്പെട്ട്. നഗരപാലികാ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 12ാം പട്ടികയിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ശരി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗം. 12 മുതൽ 35 വരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗം. ഭാഗം 3 പറഞ്ഞിരിക്കുന്ന ഭാഗം 3 അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങൾ. എത്ര മൗലിക അവകാശങ്ങളുണ്ട് ഇപ്പോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര എണ്ണമാണ് ഉള്ളത്? 6. ഭരണഘടന ഉണ്ടാകുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഭരണഘടന രൂപീകരിച്ചപ്പോൾ, ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. ഏത് മാറ്റി? സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് മാറ്റി അത് നിയമപരമായ അവകാശമാക്കി മാറ്റി. അതുവരെ സ്വത്തവകാശം എന്തായിരുന്നു? മൗലികാവകാശങ്ങളുടെ കൂടെയായിരുന്നു. അതിനെ മാറ്റി മൗലികാവകാശങ്ങളുടെ ഭാഗത്ത് നിന്ന് മാറ്റി എന്താക്കി? നിയമപരമായ അവകാശമാക്കി സ്വത്തവകാശത്തെ മാറ്റി. ശരി, ആയിക്കോട്ടെ. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ വളരെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം. മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കും. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പഠിപ്പിച്ചാടെ ഇത്? പഠിപ്പിച്ചതായിട്ടും ചെറിയ ഇല്ല. നിങ്ങളെല്ലാം പഠിപ്പിച്ചു? ഉറപ്പാണോ? ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലായിടത്തും പറഞ്ഞോ. മൗലികാവകാശങ്ങളുടെ പിതാവ് ആരാണ്? അറിയാമോ? സർദാർ വല്ലഭായ് പട്ടേൽ. ശരി, എന്റെ അടുത്ത ചോദ്യം ചിഞ്ചുവിനെ പറയണേ. സർദാർ വല്ലഭായ് പട്ടേലിനെ എന്തുകൊണ്ടാണ് മൗലികാവകാശങ്ങളുടെ പിതാവാക്കി? അറിയാം? അറിയില്ല സർ, അതറിഞ്ഞു.
സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് അതിന്റെ ഉത്തരം. അതും കൂടെ അറിഞ്ഞിരിക്കണേ. സർദാർ വല്ലഭായ് പട്ടേൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടല്ലോ, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചപ്പോൾ കുറെ കമ്മിറ്റികളെ രൂപീകരിച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ അംബേദ്കറിനെ തിരുത്തിയതുപോലെ ഓരോ കമ്മിറ്റികളുണ്ടായിരുന്നു. ഫിനാൻസ് കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അങ്ങനെ. അതിൽ ഒരു കമ്മിറ്റിയാണ് മൗലികാവകാശങ്ങൾ ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തായിട്ട് പരിഗണിച്ചിരിക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേലിനെ ഭരണഘടനയുടെ പിതാവ് മൗലികാവകാശങ്ങളുടെ പിതാവായിട്ട് പറഞ്ഞിരിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. കാരണം ഇത്രയേ ഉള്ളൂ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ടാണ് ഇത് മറന്നു പോരുത് കേട്ടോ. അപ്പൊ ആരെങ്കിലും ചോദിച്ചാലും അല്ല എക്സാമിന് ചോദിച്ചാലും ഓർത്തോളേ. കാരണം ഇതൊരിക്കൽ കുറുക്കാൻ വേണ്ടി ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി, അതായത് മൗലിക അവകാശങ്ങളുടെയും മൈനോറിറ്റിയുടെയും ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അദ്ദേഹമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്താക്കിയത്? സർദാർ വല്ലഭായ് പട്ടേലിനെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫാദർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങളുടെ പിതാവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ശരി, മൗലികാവകാശങ്ങൾ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടൊരു കമ്മിറ്റി പറഞ്ഞത്, ആ മൗലികാവകാശം എന്ന് പറയുന്ന ഒരു ആശയം, അതായത് നിങ്ങളിത് കഥ കേൾക്കുന്നത് പോലെ കേട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സൈമൺ കമ്മീഷൻ ഏത് വർഷം നിലവിൽ വന്നതാണ്? ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് 1927 രൂപീകരിച്ചു. 28 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് വന്നു. അവര് വന്നപ്പോ ഇന്ത്യക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? അംഗീകരിച്ച ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് പഠിക്കുന്നതിനും അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വന്നത്. അതിലെ ഒരു അംഗമാണ് ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹമാണ് ഭരണഘടന ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1945 രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഈ രാജ്യം മുഴുവൻ തകർന്നരിപ്പണമായി, അത് ബ്രിട്ടൻ മൊത്തം തകർന്നരിപ്പണമായി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിനെ കൊണ്ട് തലയിൽ വയ്ക്കാനുള്ള അവസ്ഥയില്ലായിരുന്നു. അതാണ് സത്യം. അപ്പോഴാണ് വിൻസൻ ചർച്ചിൽ മാറി പുതിയ പാർട്ടി വരുന്നതും പുതിയ ഭരണം വരുന്നതും ക്ലെമന്റ് ആറ്റ്ലി അവിടെ പ്രധാനമന്ത്രിയാവും. ഇതേ ക്ലെമന്റ് ആറ്റ്ലി സൈമൺ കമ്മീഷനിലെ അംഗമായിരുന്നു. അതറിയാമോ? സൈമൺ കമ്മീഷനിലെ അംഗമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാവുന്നതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നു. പക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ചുമ്മാ എടുത്ത് തന്നു കഴിഞ്ഞാൽ ഇവിടെ 150 നാട്ടുരാജ്യങ്ങളുണ്ട്. അവന്മാരെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി തീർക്കും. ഉറങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാവുമെന്ന് ആർക്കറിയാം? ബ്രിട്ടന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഭരണഘടന എന്ന് പറയുന്ന ഒരു ആശയം തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവരുന്നത്? ക്യാബിനറ്റ് മിഷൻ അദ്ദേഹം ഇന്ത്യ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വന്നിട്ട് പോലും ഈ സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാർ ആരുമില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരെന്ത് ചെയ്തു? സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി ഭയങ്കരമായ ബഹളം ഉണ്ടായി. ഇതിന്റെ പേരിൽ സൈമൺ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ലാത്തി ചാർജ് നടത്തി. ലാത്തി ചാർജിൽ മരണപ്പെട്ട ഒരു വ്യക്തി കൂടിയുണ്ട്. നമുക്കറിയാം ആരാണെന്നുള്ളത്. ലാത്തി ചാർജിൽ മരണപ്പെട്ട വ്യക്തി ലാലാ ലജ്പത് റായ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടത്തുകയും അദ്ദേഹത്തിന് പോലീസിന്റെ ലാത്തിയടി കൊള്ളുകയും അദ്ദേഹം അതിന്റെ പിന്നോടെ അദ്ദേഹം മരിക്കുകയൊക്കെ ചെയ്തു. ആ സംഭവത്തിന് ശേഷം ഒരു റിപ്പോർട്ട് നമ്മുടെ ഇന്ത്യയിൽ തയ്യാറായി. അതിന്റെ പേരാണ് നെഹ്റു റിപ്പോർട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും നെഹ്റു റിപ്പോർട്ട്. ഈ നെഹ്റു റിപ്പോർട്ടില് 19 അവകാശങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു റിപ്പോർട്ടിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം നെഹ്റു റിപ്പോർട്ടിലുണ്ട്. 19 അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ മൗലികാവകാശങ്ങൾ പറയുമ്പോൾ അതും കൂടെ ആലോചിക്കണം. ആദ്യമായി ഇന്ത്യയിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം പ്രത്യക്ഷപ്പെട്ടത് ആദ്യം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നെഹ്റു റിപ്പോർട്ടിലാണ്. ഈ നെഹ്റു റിപ്പോർട്ട് കൊണ്ടുവരുന്ന സമയത്ത് 19 മൗലികാവകാശങ്ങളെ ഉൾപ്പെടുത്തി ഒരു മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം നെഹ്റു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നെഹ്റു റിപ്പോർട്ട് വിജയിച്ചില്ല, പാസ്സായില്ല. കാരണം മുസ്ലിം ലീഗ് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. ഈ നെഹ്റു റിപ്പോർട്ടിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. നെഹ്റു റിപ്പോർട്ട് കൊണ്ടുവരുന്നത് നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു അല്ല, മോട്ടിലാൽ നെഹ്റു ആയിരുന്നു. മോട്ടിലാൽ നെഹ്റു ആണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. മോട്ടിലാൽ നെഹ്റു ആണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. മാറിപ്പോകരുത്. മോട്ടിലാൽ നെഹ്റു ആണ് നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ. അതിന്റെ സെക്രട്ടറി ആരായിരുന്നു എന്ന് വെച്ചാൽ നോക്കിയപ്പം ഇങ്ങനെ അധ്യക്ഷനായിട്ട് ഇരിപ്പുണ്ട്. സെക്രട്ടറി ആവാൻ ആരുമില്ല നോക്കിയപ്പോൾ തൊട്ടടുത്ത് മോൻ ഇരിപ്പുണ്ടായിരുന്നു. മോനെ പിടിച്ച് സെക്രട്ടറി ആക്കി. പ്രസിഡന്റ് മോട്ടിലാൽ നെഹ്റു, സെക്രട്ടറി ജവഹർലാൽ നെഹ്റു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചു. പക്ഷേ മുസ്ലിം ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ സംഭവം
വിജയിച്ചില്ല, പരാജയപ്പെടുവാനുണ്ടായി. ഈ നെഹ്റു റിപ്പോർട്ടിൽ 19 മൗലികാവകാശങ്ങളെ കുറിച്ച്. അപ്പോൾ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ റിപ്പോർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ നെഹ്റു റിപ്പോർട്ടാണ്. ആര് തയ്യാറാക്കി? മോട്ടിലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റു കമ്മിറ്റിയാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. മനസ്സിലായോ? അത് പോയിന്റ് മനസ്സിലായല്ലോ. 2-3 പോയിന്റ് ഇതിനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞേ. ഇനി അടുത്തത്, മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനം. MA അൻസാരി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. MA അൻസാരി ആയിരുന്നു മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. 1927 മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം, INC സമ്മേളനം 1927 ഏത് സമ്മേളനം? മദ്രാസ് സമ്മേളനം. MA അൻസാരി അധ്യക്ഷനായിരുന്നു സമ്മേളനം. ഇനി മൗലികാവകാശങ്ങൾ വേണമെന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം. മൗലികാവകാശങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു പ്രമേയം പാസ്സാക്കി വിട്ടതേ ഉള്ളൂ. പക്ഷെ മൗലികാവകാശങ്ങൾ വേണമെന്ന പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ 1931 കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനമാണ് മൗലികാവകാശങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ആദ്യ കോൺഗ്രസ് സമ്മേളനം, INC സമ്മേളനം. ഈ INC സമ്മേളനം ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടും പഠിക്കാനുണ്ട്. കാരണം ആ സമയത്തുണ്ടായിരുന്ന ഒരു ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമായിരുന്നു. അവരുടെ കമ്മിറ്റി ഇരുന്നാണ് തീരുമാനിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്തായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും അതിനകത്തുണ്ടായിരുന്നവരാണ് പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ എത്തിയത്. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവുകയും അവർ ശക്തി പ്രാപിക്കുകയൊക്കെ ചെയ്തത്. ആദ്യം കോൺഗ്രസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ INC ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാട് വരുന്നത്. INCയുടെ സമ്മേളനം കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ആരാണ് മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പ്രമേയം കറാച്ചി സമ്മേളനത്തിൽ തയ്യാറാക്കിയെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് കറാച്ചി സമ്മേളനത്തിൽ വെച്ച് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം തയ്യാറാക്കിയത്. അപ്പൊ ഇത്രയും ഓർത്തു വെക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുത്തുതരാം. കാരണം മൗലികാവകാശങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായോ ക്ലാസ്? എനിക്കൊരു ക്ലാസ് 9 മണിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിർത്തുന്നത്. 9 മണിക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതിന്റെ ലിങ്ക് വന്ന് ഇങ്ങനെ മനസ്സിലായോ? അഭിരാമി എന്തോ പറഞ്ഞു, ഞാൻ കേട്ടില്ല. മനസ്സിലായി. നേരത്തെ നിർത്തുന്നത് ഒരു 5 മിനിറ്റ് നേരത്തെ നിർത്തുന്നത്. ക്ലാസ് എനിക്കൊരു 9 മണിക്ക് ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ് വരുമ്പോൾ അത്രയും നോക്കിയിട്ട് വരാം. ഞാൻ മസ്റ്റ് ആയിട്ടും ചോദിച്ചിട്ട് അമെന്റ്മെന്റ് അത്രയും ചോദിച്ചിട്ട് അടുത്ത ക്ലാസ് എടുക്കുള്ളൂ. വെറുതെ വന്നിരിക്കാൻ വേണ്ടി വരരുത്. പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. പഠിച്ചിട്ട് വരിക. ഓക്കെ. അപ്പൊ ഗുഡ് നൈറ്റ്. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങുക എന്നല്ല, കുറച്ച് പഠിച്ചിട്ട് ഉറങ്ങുക. നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, ബൈ. താങ്ക് യു സർ.